ചിത്രങ്ങളുടെ ഈറ്റിലം എന്ന് കരുതപ്പെട്ട ദക്ഷിണേന്ത്യൻ സിനിമകളിലേക്ക് വെച്ച് ഏറ്റവും മോശപ്പെട്ടതെന്ന് വിധി എഴുതപ്പെട്ട ഭൂതകാലം കന്നഡ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. ഗിരീഷ് കർണാട്, ഗിരീഷ് കാസർവള്ളി, BV കാരന്ത്, MS സത്യു തുടങ്ങിയ ചുരുക്കം ചില സംവിധായകർ സമാന്തര സിനിമകളിൽ അത്ഭുതം പ്രവർത്തിച്ചപ്പോഴും കന്നഡ സിനിമാ വ്യവസായം അതിന്റെ പണക്കിലുക്കത്തിൽ ഭ്രമം കൊണ്ട് പൾപ്പുകൾ കണക്കില്ലാത്ത അളവിൽ ഇറക്കിവിട്ടു. ട്രോൾ മെറ്റീരിയലുകളായും ബൗണ്ടറിക്ക് പുറത്തു കടക്കാൻ കെൽപ്പില്ലാത്ത കോസ്റ്റ്യൂം ഡ്രാമകളായും സാൻഡൽവുഡ് ഒതുങ്ങിത്തീർന്നു. അവിടേക്കാണ് 2013 പവൻകുമാർ എന്ന യുവ സംവിധായകൻ ലൂസിയയുമായി എത്തിയത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയ ഉളിതവര് കണ്ണന്തി, കിറുക്കുപാട്ടി, അഭിനയ ശ്രീമൻ നാരായണ തുടങ്ങിയ നീണ്ട നിര ചിത്രങ്ങൾ കന്നഡ സിനിമാ വ്യവസായത്തെ മാത്രമല്ല പുത്തൻ പരീക്ഷണങ്ങൾക്കായി കാത്തിരുന്ന മുഴുവൻ സിനിമാ പ്രേമികളെ കൊണ്ടും കൈയടിപ്പിച്ചു, ആർപ്പ് വിളിപ്പിച്ചു. ഏറ്റവും ശക്തരെന്ന് കരുതിയ തെലുങ്കിൽ നിന്നും എത്തിയ RRRനും ചെക്ക് വെച്ച് KGF കൂടെ പുറത്തു വന്നപ്പോൾ കന്നഡ സിനിമയുടെ മേക്ക് ഓവർ കണ്ട് രാജ്യം അമ്പരന്നു. അതേ അന്താളിപ്പിന്റെ തുടർച്ചയായി കാന്താരയും പഞ്ചുർലിയിൽ അതിന്റെ നിലവിളി കൊണ്ട് പ്രകമ്പനം സൃഷ്ടിച്ചു. കൊമേഴ്ഷ്യൽ സിനിമകളുടെ മുഴുവൻ രൗദ്രതയും ഉൾക്കൊണ്ട അതേ കന്നഡ സിനിമ ഇപ്പോൾ ഒരു കുഞ്ഞു സിനിമയുമായി വന്ന് മറ്റൊരു അത്ഭുതം കൂടെ സമ്മാനിക്കുകയാണ്. മാൽഗുഡിയൊക്കെ പോലെ കൗതുകം കൊള്ളിക്കുന്ന ഒരു നാടും നാട്ടുകാരും നിറഞ്ഞു നിൽക്കുന്ന സൂ ഫ്രം സോ. ദിനം തോറും കേരളത്തിലും സ്ക്രീൻ എണ്ണം കൂട്ടുന്ന സുലോചന ഫ്രം സോമേശ്വരം. ബംഗളൂരുവിലും ഉത്തര കർണാടകയിലുമായി കുരുങ്ങിക്കിടന്ന കന്നഡ സിനിമാ സാഹിത്യ ലോകം അതിന്റെ പാത വ്യതിചലിപ്പിച്ചു തുടങ്ങിയിട്ട് അധിക കാലമായിട്ടില്ല. എപ്പോഴെങ്കിലും നിലവാരത്തിൽ മാറ്റം ഉണ്ടാകണമെന്ന ആഗ്രഹം പോലും പ്രകടിപ്പിച്ചിട്ടില്ലായിരുന്ന ഒരു ഇൻഡസ്ട്രിയിലേക്ക് മാറ്റത്തിന്റെ പുതുമ എത്തിയത് വളരെ സാവകാശം, സ്വാഭാവികമായി തന്നെയാണ്. ബംഗളൂരു മാത്രമല്ല, മംഗളൂരുവും കുന്താപുരയും മർലൂരും സോമേശ്വരവും ഒക്കെയും കന്നഡ സിനിമകൾക്ക് തട്ടകമാകാൻ കെൽപ്പുള്ളതാണെന്ന് തെളിയിക്കുക കൂടിയാണ് അവർ. കാന്താരയ്ക്ക് ശേഷം കേരളത്തിലൊക്കെയും ദി ആർ ഗ്യാങ് എന്നോ ഷെട്ടി ഗ്യാങ് എന്നോ വിളിപ്പേര് വന്നിട്ടുള്ള മൂവർ സംഘത്തിന്റെ തുടർ യത്നം കൂടെയാണ് സൂ ഫ്രം സോ. ഒന്നുമൊട്ടേ കഥ, ഗരുഡഗമന, ഋഷഭവാഹന തുടങ്ങിയ സിനിമകളിൽ രാജ്ബി ഷെട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന JP തുമിനാട് സംവിധാനം ചെയ്ത ചിത്രം രാജ്ബി ഷെട്ടി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. മേൽപ്പറഞ്ഞ സിനിമകളുടെ ലിസ്റ്റ് എടുത്താൽ തന്നെ കന്നഡ സിനിമയുടെ രൂപഭാവ മാറ്റങ്ങൾക്ക് ഇവർ നൽകിയ സംഭാവന അറിയാം. അതിന്റെ തുടർച്ചയാണ് സൂ ഫ്രം സോയും. ദുൽഖർ സൽമാന്റെ നിർമ്മാണ കമ്പനിയായ വേഫിറർ ആണ് കേരളത്തിലേക്ക് സൂ ഫ്രം സോ എന്ന കന്നഡയിൽ അതിനകം ഹിറ്റായി മാറിയ ചിത്രം എത്തിച്ചത്. ഒരു നാടോടി കഥയുടെ ഭാവത്തിൽ നിർമ്മിച്ച ചിത്രത്തെ അതിന്റെ ആത്മാവ് ചോരാതെ തന്നെ മലയാളത്തിലേക്ക് ഡബ് ചെയ്തെടുക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ദക്ഷിണ കർണാടകയിലെ കേരളത്തിനോട് സമാനതകളുള്ള പശ്ചാത്തലത്തിലാണ് കഥ നടക്കുന്നത്. അവരുടെ പല റിച്വലുകൾക്കും കേരളത്തിലെ, പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിലെ ആചാരങ്ങളോട് സാദൃശ്യമുണ്ടെന്നുള്ളതും മലയാളി പ്രേക്ഷകരോട് എളുപ്പം ചിത്രത്തെ കണക്ട് ചെയ്യുന്നുണ്ട്. മുൻപ് കാന്താര ഇറങ്ങിയപ്പോഴും അതിലെ ഭൂതക്കോലങ്ങൾക്ക് കേരളത്തിലെ പല തെയ്യം രൂപങ്ങളുമായും ഉണ്ടായ ചേർച്ച ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഇതേ ഫാക്ടർ തന്നെയായിരുന്നു കേരളത്തിലെ ചിത്രത്തിന്റെ വാണിജ്യ വിജയത്തിലും ഭീമമായ പങ്ക് വഹിച്ചത്. സൂ ഫ്രം സോയിലേക്ക് എത്തുമ്പോൾ ആ നാടും നാട്ടുകാരും നമ്മളുടെ ആളുകളാണെന്ന് തോന്നിക്കുന്ന സൗഹൃദം ചിത്രം ആദ്യം തന്നെ ഉണ്ടാക്കിയെടുക്കും. നമ്മുടെ രവിയണ്ണൻ, നമ്മുടെ സതീശണ്ണൻ, നമ്മുടെ ചന്ദ്രേട്ടൻ എന്നൊക്കെ ആദ്യം മുതൽ തന്നെ തോന്നിപ്പോകും. പിന്നീട് സ്ക്രീനിൽ നടക്കുന്നത് നമ്മുടെയോ നമ്മുടെ നാടിന്റെയോ രസമുള്ളൊരു നെട്ടോട്ടമാണ്. ചിത്രത്തിലെ പാട്ടും രവിയണ്ണന്റെ ഡാൻസും ഇതിനകം സെൻസേഷനാണ്. രവിയണ്ണൻ എന്ന മനുഷ്യൻ തന്നെയാണ് ചിത്രത്തിന്റെ നെടുന്തൂണ്. ആ മനുഷ്യന്റെ ഹീറോയിസവും വീഴ്ചയും പതറിച്ചകളും അതിനാടകീയതയുടെ രുചിയുള്ള കോട്ടിങ്ങോടെയാണ് JP തുമിനാട് ഒരുക്കിയെടുത്തത്. കൂടെ സുമീതിന്റെ സംഗീതവും. വളരെ ചുരുങ്ങിയ ബജറ്റിൽ രാജ്ബി ഷെട്ടി നിർമ്മിച്ചിരിക്കുന്ന ചിത്രം ദിവസങ്ങൾ കൊണ്ട് കൈക്കലാക്കുന്നത് 50 കോടിക്കടുത്താണ്. ഇത് ആദ്യമായല്ല ഇങ്ങനെ ഒരു സർപ്രൈസ് സിനിമ അങ്ങ് തുളുനാട്ടിൽ നിന്നെത്തുന്നത്. സൗത്ത് ഇൻഡസ്ട്രിയെ തന്നെ വിറപ്പിച്ചുകൊണ്ട് KGF വന്നതും കേരളത്തിലെ തിയേറ്ററുകളിലടക്കം ആളിപ്പടർന്നതും ചരിത്രം. രണ്ടാം ഭാഗത്തിന് രാവും പകലുമില്ലാതെ മലയാളികൾ ഉറക്കമളച്ച് കാത്തുനിന്നതും നടന്ന കഥ. ശേഷം അതേ നിർമ്മാതാക്കളുടെ ഒരു ലോ ബജറ്റ് ചിത്രം കൂടെ തേരോട്ടത്തിനെത്തി. KGFന്റെ പരസ്യ പ്രചാരണത്തിന്റെ മുഴുവൻ ചെലവിന്റെ അടുത്തുപോലും എത്താത്ത ബജറ്റിലെടുത്ത ചിത്രമെന്ന് കളിയാക്കപ്പെട്ട കാന്താര. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് കേരളത്തിലെത്തിച്ച ചിത്രം വളരെ പെട്ടെന്ന് തന്നെ പ്രചരിക്കപ്പെട്ടു. 400 കോടിക്ക് മുകളിലാണ് കൊമേഴ്ഷ്യൽ ചട്ടക്കൂടിനകത്ത് തന്നെ ഒരുക്കിയ കാന്താര നേടിയത്. സൂ ഫ്രം സോ അത്തരം ഫ്രെയിം വർക്കിന് പുറത്താകുമ്പോഴും രോമാഞ്ചമൊക്കെ തന്ന അതേ രോമാഞ്ചമാണ് പ്രേക്ഷകരിലേക്ക് അവരും നൽകുന്നത്. ചിത്രത്തെക്കുറിച്ച് കൂടുതലൊന്നും വെളിപ്പെടുത്തുന്നില്ല. ആ ചിത്രം തന്നെ നിങ്ങളെ ആ ലോകം ചുറ്റിക്കാണിക്കട്ടെ. തട്ടിക്കൂട്ട് ചിത്രങ്ങളുടെയും മോശം ചിത്രീകരണങ്ങളുടെയും ഇൻഡസ്ട്രി ആയിരുന്ന സാൻഡൽവുഡ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി മികച്ച സിനിമാസ്വാദനമാണ് സാധ്യമാക്കുന്നത്. ആക്ഷനും ഐറ്റം നമ്പറും ഇല്ലാതെ എന്ത് സിനിമയെന്ന് കരുതിയിരുന്ന ഒരു ലോകത്ത് നിന്നാണ് ഒരു കൂട്ടം ചെറുപ്പക്കാർ ലോകോത്തര സിനിമകളോട് ചേർത്ത് നിർത്തുന്ന സിനിമകൾ ഒരുക്കുന്നത്.
രാം റെഡ്ഡിയുടെ തിഥിയും നടേഷ് ഹെഗ്ഡെയുടെ പെഡ്രോയും രാജ്യാന്തര ചലച്ചിത്രമേളകളിൽ ഏറ്റെടുക്കപ്പെടുന്നത്. ഗരുഡഗമന വൃഷഭവാഹന എന്ന ഗ്യാങ്സ്റ്റർ ചിത്രം എക്കാലത്തെയും ഹിറ്റ് ചിത്രമായി ചേർക്കപ്പെടുന്നത്. നഗരങ്ങളുടെ പൊലിമ മാത്രം നിറഞ്ഞിരുന്ന ലോകത്തു നിന്നും കന്നഡ സിനിമ ബഹുദൂരം സഞ്ചരിച്ചതിന്റെ കാഴ്ചയാണ് ഏറ്റവും ഒടുക്കം സൂഫ്രം ഷോയിൽ എത്തി നിൽക്കുന്നത്. ഹേ മനുഷ്യ, പണ്ട് നീ വാനരൻ എന്നൊക്കെ പാടിയും പൊട്ടിച്ചിരിപ്പിച്ചും ചെറുതായൊന്ന് കണ്ണു നനയിച്ചും ചിത്രം ഹൃദയങ്ങളിൽ നിന്നും ഹൃദയങ്ങളിലേക്കുള്ള യാത്രയിലാണ്.